Good morning, dear students. Degree final year students in BPAC 114 എന്നുള്ള ഒരു പേപ്പർ ഉണ്ട്. BPAC 114 Contemporary Issues and Concerns in Indian Administration. അപ്പോൾ ഈ ഒരു പേപ്പറിൽ മൂന്നാമത്തെ യൂണിറ്റിൽ അതിൻ്റെ ആദ്യത്തെ കുറേ ഭാഗം ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സിൽ എടുത്തു തന്നിരുന്നതാണ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും മറ്റുള്ളവർക്ക് കൂടി കിട്ടത്തക്ക രീതിയിൽ CSR ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഓർ ഇംപ്ലിമെൻറ്റേഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണ്? അപ്രോച്ചസ് ടു CSR നോക്കാം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസ്, കോർപ്പറേറ്റ് മീൻസ് റിലേറ്റിംഗ് ടു ലാർജ് കമ്പനീസ് എന്നതാണ് അല്ലേ, നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. ദറ്റ് ഈസ് റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ ലാർജ് കമ്പനി. സോ കോർപ്പറേറ്റ് മീൻസ് റിലേറ്റിംഗ് ബിസിനസ് കോർപ്പറേഷൻസ് ഓർ പർട്ടിക്കുലർ ബിസിനസ് കോർപ്പറേഷൻ. സോ ഹിയർ ദ ഡെഫിനിഷൻ കോർപ്പറേറ്റ് വേൾഡ് എന്നത് എ ഫോർമൽ പ്ലേസ് വെയർ വർക്ക് കൗണ്ട്സ് മോർ ദാൻ എനിത്തിങ് എൽസ്, ഹെൻസ് മെയിൻറ്റെയിനിങ് എ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് that would help an employee cope better. Then corporate sector-മായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ it involves non-financial and financial corporation sectors. The non-financial corporation sector includes all private and public enterprises that produce goods and provide non-financial services to the market. So here, what is CSR? CSR, it is a self-regulating business model that helps a company to become socially accountable to its stakeholders and the public. So CSR is also called a corporate citizenship. Companies can be conscious of the kind of impact they are having on all aspects of society, including economic, social and environment. നാം ഇന്ന് CSR എന്ന ഒരു കൺസെപ്റ്റ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇന്ത്യയിൽ എന്നതാണ് നോക്കുന്നത്. CSRൻ്റെ ഉള്ള അപ്രോച്ച്, ഡിഫറെൻ്റ് അപ്രോച്ചസ് ആണ് CSRനോട്. ദ കൺസെപ്റ്റ് ഓഫ് CSR ദാറ്റ് ക്യാൻ ബി വോളണ്ടറിലി ആസ് വെൽ ആസ് മാൻഡേറ്ററി ഫോർ ദി കോർപ്പറേറ്റ്സ്. ദേ ക്യാൻ അഡോപ്റ്റ് എ മിക്സഡ് അപ്രോച്ച് ടു മേക്കിംഗ് CSR മാൻഡേറ്ററി ഫോർ സം ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്തിൻ കോർപ്പറേറ്റ്സ് ആൻഡ് ഓപ്ഷണൽ ഫോർ സം. Each approach has its own values and limitations. A research study has identified the 4 strategic approaches used to manage CSR. These are obstructionist, defensive, accommodative and proactive strategies. അപ്പോൾ CSRനോടുള്ള അപ്രോച്ച് എന്താണ് എന്നതാണ് നാം നോക്കുന്നത്. ഇത് മാൻഡേറ്ററി എന്ന രീതിയിൽ, അതേപോലെ തന്നെ വോളണ്ടറി എന്ന രീതിയിൽ ഈ CSR കൺസെപ്റ്റിനെ കോർപ്പറേറ്റ്സുകൾക്ക് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ ഇവരുടെ ഇടയിൽ ഒരു മിക്സഡ് അപ്രോച്ചാണ് ഉള്ളത്. CSR മാൻഡേറ്ററി ഫോർ സം ഡിപ്പാർട്ട്മെൻറ്റ്സ് വിത്തിൻ കോർപ്പറേറ്റ്സ് ആൻഡ് ഓപ്ഷണൽ ഫോർ സം. ചിലർക്ക് വേണമെങ്കിൽ എടുക്കാം, ചിലർക്ക് നിർബന്ധമായിട്ടും ചെയ്യണമെന്നുള്ളതുണ്ട്. അപ്പോൾ ഓരോ അപ്രോച്ചിനും അതിൻ്റേതായ വാല്യൂസും ലിമിറ്റേഷൻസും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു റിസർച്ച് സ്റ്റഡി തിരിച്ചറിഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്നാൽ 4 സ്ട്രാറ്റജിക് അപ്രോച്ചസാണ് CSRനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ളത്. ഈ 4 അപ്രോച്ചസ് ഏതൊക്കെയാണ്? 1 ഒബ്സ്ട്രക്ഷനിസ്റ്റ്, 2 ഡിഫെൻസീവ്, 3 അക്കോമഡേറ്റീവ്, 4 പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജീസ്. ഇത്രയുമാണ് ഇതിനകത്ത് പറയുന്ന അപ്രോച്ചസ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ്ലി, കോർപ്പറേറ്റ്സ് ഓർ കമ്പനീസ് ദാറ്റ് ആർ ടേക്കിംഗ് ആൻ ഒബ്സ്ട്രക്ഷനിസ്റ്റ് സ്ട്രാറ്റജി വിൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ എനി ഫോംസ് ഓഫ് സോഷ്യൽ or ethical responsibility that are beyond their economic interest. Therefore, companies that are running on an obstructionist strategy will try to contribute the least possible to their CSR activities. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? കോർപ്പറേറ്റ് അഥവാ കമ്പനീസ് അവർ എന്തിനെ കൈകാര്യം ചെയ്യുന്നു? ടേക്കിംഗ് ആൻ ഒബ്സ്ട്രക്ഷനിസ്റ്റ് സ്ട്രാറ്റജി. ഇത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ടാണ്. And that strategy will completely ignore any forms of social or ethical responsibility. സാമൂഹികവും എത്തിക്കലായിട്ടുള്ള ഉത്തരവാദിത്വ ബോധം അതിലേക്കൊന്നും അവർ നോക്കില്ല. അവരുടേതായ എക്കണോമിക് ഇൻട്രസ്റ്റ് മാത്രം, അതിൽ മാത്രമായിരിക്കും കാര്യങ്ങൾ നിലനിർത്തുന്നത്. അപ്പോൾ അതിനപ്പുറമായിട്ട്
സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ആർ നോട്ട് ബിയോണ്ട് ദെയർ എക്കണോമിക് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിന് അപ്പുറം അവർ മറ്റൊന്നും ചെയ്യില്ല. എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ് പ്രധാനം. ദെയർഫോർ കമ്പനീസ് ദാറ്റ് ആർ റണ്ണിങ് ഓൺ ആൻ ഒബ്സ്ട്രക്ഷനിസ്റ്റ് സ്ട്രാറ്റജി വിൽ ട്രൈ ടു കോൺട്രിബ്യൂട്ട് ദ ലീസ്റ്റ് പോസിബിൾ ടു ദെയർ CSR ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്തരത്തിലെ ഒബ്സ്ട്രക്ഷനിസ്റ്റ് പോളിസി ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അവർ ശ്രമിക്കുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ CSR ആക്ടിവിറ്റീസിലേക്ക് വളരെ കുറഞ്ഞ തരത്തിൽ മാത്രമായിരിക്കും. അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ പരിപാടിയൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. മറിച്ച് അവർ ചെയ്യുന്നത് അവർക്ക് അവരുടേതായ എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യണം. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനം കൊണ്ടുപോവുക. ദെൻ സെക്കൻഡ്ലി കമ്പനീസ് ദാറ്റ് ഹാവ് ടു ടേക്ക് അപ്പ് ദ ഡിഫെൻസീവ് സ്ട്രാറ്റജി ഡു നോട്ട് ഡു മച്ച് ഇൻ ദെയർ CSR എഫർട്ട്. ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ് കഴിയുന്നതും കൂടുതൽ കാര്യമായിട്ടൊന്നും CSRൻ്റെ ഭാഗമായി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ CSRൻ്റെ ഭാഗത്തുള്ള എഫർട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഹൗവർ ദീസ് ഫേംസ് വിൽ ഡു ഓൺലി വാട്ട് ഈസ് റിക്വയർഡ് ആൻഡ് ദേ വിൽ പ്രൊട്ടക്റ്റ് ദെയർ സെൽഫ് ഇൻട്രസ്റ്റ് ബൈ പാസീവ്ലി ഫോളോവിങ് ദ ലീഗൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിൽ ആൻഡ് ബൈ പാസീവ്ലി ഫോളോവിങ് ദ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടിങ് ജസ്റ്റ് ദ റൈറ്റ് എമൗണ്ട് ഇൻ ദെയർ CSR എഫേർട്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ സെക്കൻഡ് ആ ഒരു തലത്തിൽ നിൽക്കുന്ന സ്ട്രാറ്റജി അത് ഡിഫെൻസീവ് സ്ട്രാറ്റജിയാണ്. അവർ CSR എഫേർട്സിൻ്റെ ഭാഗത്തേക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ അവർ കൈകാര്യം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കും. അതേപോലെ തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് വാട്ട് ഈസ് റിക്വയർഡ് ആൻഡ് ദേ വിൽ പ്രൊട്ടക്റ്റ് ദെയർ സെൽഫ് ഇൻട്രസ്റ്റ്. അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന തരത്തിലുള്ള ആലോചനയും അതിനെ തുടർന്നുള്ള പരിപാടിയുമായിരിക്കും അവർ ഏറ്റെടുത്ത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. തേർഡ്ലി കമ്പനീസ് വിച്ച് ആർ റണ്ണിങ് ആൻ അക്കോമഡേറ്റീവ് സ്ട്രാറ്റജി. അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി കമ്പനീസ് ഏറ്റെടുത്താൽ ദേ വിൽ അക്സെപ്റ്റ് സം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അവർ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ്, സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. മെയിൻലി ടുവേർഡ് ദെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കാരണം അവരിടപെടുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന രീതിയിൽ അവരോട് ഒത്തുചേരുന്നവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടുള്ള പരിപാടികൾ അവർ ചെയ്യാൻ തയ്യാറായിരിക്കും. These firms will fulfill the requirements of regulations and at the same time pay attention to the voices of various stakeholders. അതുകൊണ്ട് തന്നെ ഈ ഫേംസ് എല്ലാം തന്നെ എന്ത് ചെയ്യാറുണ്ട്, the requirements of the regulations and at the same time pay attention to the voices of various stakeholders. കാരണം ഇവരെ കൊണ്ട് പരിപാടികൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്ന ആൾക്കാർ അവരൊക്കെയാണ് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന രീതിയിൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരോട് കൂടെ നിന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ മാനിച്ച് ചില റിക്വയർമെൻറ്റ്സ് ഓഫ് റെഗുലേഷൻസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് പരിശ്രമിക്കുമെന്നുള്ളതാണ്. ഹൗവർ ദേ വിൽ ടേക്ക് ദ മോസ്റ്റ് പാസീവ് ആൻഡ് മിനിമലിസ്റ്റ് അപ്രോച്ചസ് ടു ദ ഡിമാൻഡ്സ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കുക, അവർ പറയുന്നത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരോടൊപ്പം കൂടി അവരുടേതായ കാര്യങ്ങൾ അത് അവരുടെ ഡിമാൻഡ്സ് അതെല്ലാം ഒരു പാസീവ് ആൻഡ് മിനിമാലിസ്റ്റ് അപ്രോച്ചസിൽ നിന്നുകൊണ്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദീസ് ഫേംസ് കോൺട്രിബ്യൂട്ട് മോർ ടു CSR അണ്ടർ ദ പ്രഷർ ഓഫ് ദെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദേ റെയർലി ടേക്ക് ദെയർ ഓൺ ഇനിഷ്യേറ്റീവ്സ് ടു മേക്ക് ഫർദർ കോൺട്രിബ്യൂഷൻസ്. മിക്ക ഫേംസും CSRലേക്കുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും അതൊരു പക്ഷേ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ വരുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നടപ്പിലാക്കണം എന്ന രീതിയിൽ പല പ്രോജക്റ്റും ചെയ്യാനായിട്ട് വേണ്ടി ഇവരെ സമീപിക്കുന്നവരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അവരുടെ പ്രഷർ വരുമ്പോഴേക്കുമാണ് കൂടുതലായിട്ട് മിക്ക സ്ഥാപനങ്ങളും ഈ CSRലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തെ പരിഗണിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും ഇവരുടെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി നിലകൊള്ളാൻ, എന്നാലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ മാനിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു ഈ കൂട്ടർ എന്നതാണ്. നാലാമത്തെ എന്ന് പറയുമ്പോൾ കമ്പനീസ് വിച്ച് ആർ ടു ടേക്ക് അപ്പ് ദ പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ്. അപ്പോൾ പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന കമ്പനീസ് അവർ മറ്റുള്ളവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തരായിരിക്കും. ദീസ് ഫേംസ് ആർ ഫുള്ളി റെക്കഗ്നൈസ്ഡ് ഫോർ ദെയർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഈ ഫേംസ് തികച്ചും വ്യത്യസ്തരാണ്. ഇവരാണ് ശരിയായ തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധത, ഉത്തരവാദിത്തം ആക്റ്റീവായിട്ട് അവരുടേതായ എഫർട്ട് എടുത്തുകൊണ്ട് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിൽ, അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിനെ മിനിമൈസ് ചെയ്യാനുള്ള എഫർട്ട് ഉണ്ടാക്കുക, ഇതിനൊക്കെ വേണ്ടി അവർ കൂടെ നിൽക്കും. അതിൻ്റെ
ഉദ്ദേശം എന്താണ്? തങ്ങളെ സമീപിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടെ രീതിയിൽ അവരുടെ തലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് വെൽഫെയർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടരായിരിക്കും പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർ. ദീസ് ആർ ദ ഫോംസ് ഹു യൂഷ്വലി ഗോ ബിയോണ്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് റെഗുലേഷൻസ്. അപ്പോൾ ഈ ഫോംസ് എല്ലാം തന്നെ ചില റിക്വയർമെൻറ്റ്സ് ഓഫ് റെഗുലേഷൻസ് എന്ന രീതിയിൽ ആ റെഗുലേഷൻസിനൊക്കെ അപ്പുറമായിട്ട് ഇവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുവാനും നിൽക്കുന്നവർ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ 4 സ്ട്രാറ്റജിക് അപ്രോച്ചാണ് CSRനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ളത് എന്ന് കാണാം. Economic research has shown that the weak involvement of stakeholders and the institutional firms will result in little motivation to contribute to the public good and social responsibilities. എക്കണോമിക് റിസർച്ച് വ്യക്തമാക്കുന്ന കാര്യം എന്താണ്? ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വളരെ വീക്കായിട്ടുള്ള ഇടപെടൽ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോംസിൻ്റെ എക്സിസ്റ്റൻസും ഇവയുടെയൊക്കെ നിലനിൽപ്പ്, അതിൻ്റെ ആത്യന്തിക ഫലം എന്താണ്? ലിറ്റിൽ മോട്ടിവേഷൻ ടു കോൺട്രിബ്യൂട്ട് ടു ദി പബ്ലിക് ഗുഡ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇതൊക്കെ എന്തിലേക്ക് വഴിതെളിക്കുന്ന? കാര്യമായ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത രീതിയിലെ, അതായത് നിരുത്തരവാദപരമായി പബ്ലിക് ഗുഡ്സിനെ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്കാണ് പോകുന്നത്. ദിസ് വിൽ ദെൻ ലീഡ് ടു കമ്പനി ടു പെർസ്യൂ ദ ഒബ്സ്ട്രക്ഷനിസ്റ്റ് സ്ട്രാറ്റജി വിച്ച് ഇസ് എ ഡിസഡ്വാൻറ്റേജ് ടു ദ കമ്പനി. അപ്പോൾ ചില കമ്പനി ഇത് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അവർ ഫോളോ ചെയ്യുന്നതോ എല്ലാത്തിനും തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ കമ്പനിക്ക് തന്നെ ദോഷകരമായി മാറ്റാം. ഇഫ് ദ കോർപ്പറേറ്റീവ് ഫോംസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഈസ് സ്ട്രോങ് ബട്ട് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്രഷർ ഈസ് വീക്ക്, ദ ഫേം വിൽ പെർസ്യൂ ദ ഡിഫെൻസീവ് സ്ട്രാറ്റജി. അപ്പോൾ ഇവിടെ കോർപ്പറേറ്റീവ് ഫോംസിൻ്റെ സ്ഥാപനപരമായ സമ്മർദ്ദവും താല്പര്യവുമെല്ലാം ശക്തമായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ വളരെ കുറവുമാണെങ്കിൽ സ്ഥാപനങ്ങൾ ഡിഫെൻസീവ് സ്ട്രാറ്റജി ആയിരിക്കും ഈ ഒരു കാര്യത്തിൽ നിലനിർത്തുക. വെൻ എ ഫേം ഹാസ് എ സ്ട്രോങ് പ്രഷർ ഫ്രം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബട്ട് വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോഴ്സസ്, ദ ഫേം വിൽ പെർസ്യൂ ആൻ അക്കോമഡേറ്റീവ് സ്ട്രാറ്റജി. അപ്പോൾ അക്കോമഡേറ്റീവ് സ്ട്രാറ്റജി എപ്പോഴാണ് ഒരു ഫേം ഫോളോ ചെയ്യുന്നത്? ഒരു ഫേമിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നും ശക്തമായ ഒരു പ്രഷർ വരികയും എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോഴ്സസ് എന്ന രീതിയിൽ വളരെ കുറവുമാണെങ്കിൽ ആ ഒരു താല്പര്യം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് വരാതിരിക്കുകയും ചെയ്താൽ ഫേം ഫോളോ ചെയ്യുന്നത് അക്കോമഡേറ്റീവ് സ്ട്രാറ്റജി ആയിരിക്കും. ദ ഫേം വിൽ പോസിറ്റീവ്ലി റിയാക്ട് ടു ദ ഡിമാൻഡ്സ് ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഫുൾഫിൽ ദം ബട്ട് വിൽ ബി മോർ ലെയ്ഡ് ബാക്ക് ഇൻ റെസ്പോണ്ടിങ് ദ ഡിമാൻഡ്സ് ഓഫ് ദ ഫേം. അപ്പോൾ ഫേം തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഫേം വർക്ക് ചെയ്യുമെന്നുള്ളതാണ് അക്കോമഡേറ്റീവ് സ്ട്രാറ്റജിയിൽ. A firm will pursue a proactive strategy when the pressure of the institutions and stakeholders are at high level. സ്റ്റേക്ക്ഹോൾഡേഴ്സിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പ്രഷർ ഉയർന്ന രീതിയിലാണെങ്കിൽ ഫേം എന്ത് ചെയ്യും? പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. When there is pressure from both the micro and macro levels, the firm will reconsider and pursue strategies that are proactive. അപ്പോൾ എപ്പോഴാണ് കാര്യമായ സമ്മർദ്ദം മൈക്രോ തലത്തിൽ നിന്നും മാക്രോ തലത്തിൽ നിന്നും, അതായത് സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഗണ്യമായിട്ടുള്ള ഒരു പ്രഷർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായാൽ അതിനെ തുടർന്ന് അതിനെ പരിഗണിക്കുകയും എന്നിട്ട് ആ ഒരു സ്ട്രാറ്റജി പ്രോ ആക്റ്റീവ് എന്ന രീതിയിൽ അവർ നിലപാടിൽ പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജി അവർ തിരഞ്ഞെടുത്തുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ. Philanthropy had been the concerns of corporates in India since independence, but it always took place in a limited manner. It was also voluntary in nature. The Tata, Birla, Godrej, then Sarabhai groups and many others were committed to philanthropic activities which were generally in the nature of individual capacities and outside the company. Sundar has identified 4 phases of CSR development in India. Sundar, that is the period 2000. The philanthropy had been the concerns of corporate in India since independence. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ലഭ്യമായ സമയം മുതൽ പരിഗണിച്ചു പോരുന്ന ഒരു കാര്യമാണ് ഫിലാന്ത്രോപ്പി. അപ്പോൾ ഫിലാന്ത്രോപ്പിയെ മാനിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങളെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിലാന്ത്രോപ്പി എന്ന് പറയുമ്പോഴേക്കും അത്
പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാലോ? മനുഷ്യവും മനുഷ്യത്വവുമായ മനുഷ്യന് സൗകര്യപ്രദമായ രീതിയിൽ ഉപകരിക്കുന്ന രീതിയിൽ മറ്റ് സ്ഥാപനങ്ങളുടെ കൂടി സഹായവും പ്രവർത്തനവും നിലനിർത്തുക. അപ്പോൾ അത്തരത്തിലൊരു പ്രവർത്തനം തന്നെയാണ്, പരിഗണനയാണ് കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് മുതലുള്ള പീരീഡിൽ നൽകിപ്പോന്നിരുന്നത്. ബട്ട് ഇറ്റ് ആൾവേസ് ടുക്ക് പ്ലേസ് ഇൻ എ ലിമിറ്റഡ് മാനർ. എന്നാൽ ഈ പറയുന്ന മനുഷ്യത്വപരമായ രീതിയിൽ സമൂഹത്തെ പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുമായിരുന്നില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് മുന്നോട്ട് പോയിരുന്നത്. ഇറ്റ് വാസ് ആൾസോ വോളണ്ടറി ഇൻ നേച്ചർ. അതെങ്ങനെയായിരുന്നു? അത് സ്വമേധയാ ചെയ്തു പോരുന്ന രീതിയിലുള്ളതുമായിരുന്നു. വോളണ്ടറി എന്ന രീതിയിൽ ടാറ്റ, ബിർള, ഗോദ്രേജ്, ദെൻ സാരാഭായ് ഗ്രൂപ്പ്സ് ഇവരെ പോലുള്ള ധാരാളം പേര് അവരുടേതായ പ്രവർത്തനങ്ങൾ, ഫിലാന്ത്രോപിക്, മനുഷ്യ സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം അവർ ചെയ്യാൻ മുന്നോട്ട് വന്നിരുന്നു. വിച്ച് വെയർ ജനറലി ഇൻ ദ നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസ് ആൻഡ് ഔട്ട്സൈഡ് ഓഫ് ദ കമ്പനി. അതെല്ലാം ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം അവർക്ക് ചെയ്യാൻ സാധിച്ചത്. സുന്ദർ എന്നൊരാൾ ഇതിനെ തിരിച്ചറിയുന്ന CSR ഫേസസ് ഇന്ത്യയിൽ, അത് ഡെവലപ്മെൻറ്റ് ഇൻ CSR ഇൻ ഇന്ത്യ, അതിന് 4 phases ആണ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് ഫേസ് ഈസ് പ്രിഡോമിനൻ്റലി ഡിറ്റർമിൻഡ് ബൈ കൾച്ചർ. ഒന്ന് കൾച്ചർ മുഖേന തീരുമാനിക്കപ്പെടുന്നു. അതേപോലെ റിലീജിയൻ, ഫാമിലി, ട്രഡീഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ. The pioneers of industrialization of the 19th century in the country were few families such as the Tata, Birla, Bajaj, Godrej, etc. who were strongly motivated by philanthropy. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഫസ്റ്റ് ഫേസിൽ ഡിറ്റർമിൻ ചെയ്തത് തികച്ചും കൾച്ചറിനെ ബേസ് ചെയ്ത്, മതത്തെ, കുടുംബത്തെ, പാരമ്പര്യം, ഇൻഡസ്ട്രിയലൈസേഷനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വ്യക്താക്കൾ എന്നത് 19th സെഞ്ച്വറിയിൽ നമ്മുടെ രാജ്യത്ത് വളരെ കുറഞ്ഞ തോതിലുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബങ്ങളുടെ ആളുകൾ. ആരാണ് ആ കുടുംബക്കാർ? ടാറ്റ, ബിർള, ബജാജ്, ഗോദ്രേജ് ഇവരൊക്കെയായിരുന്നു. ഇവരെല്ലാം ശരിക്കും ഫിലാന്ത്രോപ്പിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരും ആയിരുന്നു. ദ സെക്കൻഡ് ഫേസ് ഓഫ് CSR, ദാറ്റ് ഈസ് ഇൻ 1914 to 60, was mainly dominated by the country's struggle for independence and was influenced fundamentally by Gandhiji's theory of trusteeship that aimed to consolidate and amplify social development. അപ്പോൾ ഫിലാന്ത്രോപ്പി, രാജ്യസ്നേഹം, രാജ്യത്തെ ജനങ്ങളുടെ, സമൂഹത്തിൻ്റെ നന്മ, ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ഈ ഒരു കാലയളവ് 14 തൊട്ട് 60 വരെയുള്ള കാലയളവ്, ആ കാലയളവിലൂടെ ഡോമിനേറ്റ് ചെയ്തത് രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടുള്ള അവരുടേതായ അടിസ്ഥാന തത്വങ്ങൾ, അത് പ്രത്യേകിച്ചും ഗാന്ധിജിയുടേതായ ആശയങ്ങൾ, ഗാന്ധിജിയുടെ തിയറി ഓഫ് ട്രസ്റ്റിഷിപ്പ്, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു? കൺസോളിഡേറ്റ് ആൻഡ് ആംപ്ലിഫൈ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യുക, സമൂഹത്തിൻ്റെ പുരോഗതിയെ മുന്നിൽ കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു. ദ കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഇൻവോൾവ്മെൻറ്റ് വാസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ വിഷൻ ഓഫ് മോഡേൺ ആൻഡ് ഫ്രീ ഇന്ത്യ. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കൺസോളിഡേറ്റ് ചെയ്യുക എന്ന ആശയത്തിനായിരുന്നു ഗാന്ധിജി ഊന്നൽ നൽകിയിരുന്നത്. ദ കോർപ്പറേറ്റ് സെക്ടേഴ്സ് ഇൻവോൾവ്മെൻറ്റ് വാസ് സ്റ്റിമുലേറ്റഡ് ബൈ ദ വിഷൻ ഓഫ് മോഡേൺ ആൻഡ് ഫ്രീ ഇന്ത്യ. അപ്പോൾ കോർപ്പറേറ്റ് കമ്പനിയുടേതായ തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ ആ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണ പ്രക്രിയയിലെ നല്ലൊരു ആശയമായിട്ട് മാറുകയും ചെയ്തു. ഗാന്ധിജിയുടെ ആശയങ്ങളെ സ്വാധീനപ്പെടുത്തുന്ന തരത്തിൽ ട്രസ്റ്റിഷിപ്പ് എന്ന തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് ചില കമ്പനീസ് എല്ലാം തന്നെ പല രംഗത്തും പലതരത്തിലുള്ള പ്രോജക്റ്റൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവരും രംഗത്തേക്ക് വരികയുണ്ടായി. സം കോർപ്പറേറ്റ്സ് സെറ്റപ്പ് എഡ്യൂക്കേഷണൽ, ട്രെയിനിങ് ആൻഡ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ദെൻ ദി പാരാഡിം ഓഫ് മിക്സഡ് എക്കോണമി, ദ എമർജൻസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ലെജിസ്ലേഷൻ ഓൺ ലേബർ ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് അഫക്റ്റഡ് ദ തേർഡ് ഫേസ്. അപ്പോൾ 60 തൊട്ട് 80 വരെയുള്ള പീരീഡിൽ സ്വാധീനിക്കാൻ സാധിച്ചത് ഏതാണെന്ന് നോക്കിക്കേ. മിക്സഡ് എക്കോണമിയുടെ സ്വാധീനം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത. അപ്പോൾ ആ ഒരു പീരീഡിൽ നമ്മൾക്ക് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ടായി, ലേബർ ലെജിസ്ലേഷൻ ഉണ്ടായി, എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു തലത്തിൽ 1960-80 കാലയളവിൽ അത് ഇന്ത്യയിൽ ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മേഖലയെ അത് സ്വാധീനിച്ചു എന്നതാണ്. ദെയർ വാസ് നോട്ട് മച്ച് ഓഫ് പ്രോഗ്രസ് ഇൻ ദിസ് ഫ്രണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സെക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കാര്യമായ ചേഞ്ചസോ പ്രോഗ്രസ്സോ ഒന്നും തന്നെ
ഈ പീരീഡിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും 65 തുടങ്ങിയപ്പോഴേക്കും 1965 അക്കാഡമീഷ്യൻസിൻ്റെതായ ഒരു വർക്ക്ഷോപ്പ്, അതുപോലെ പൊളിറ്റീഷ്യൻസ്, കോർപ്പറേറ്റ്സ് മേഖലയിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന വർക്ക്ഷോപ്പിൽ അവർ എംഫസൈസ് ചെയ്തത് എന്തിനെയായിരുന്നു? സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്ന സബ്ജക്റ്റിനെയായിരുന്നു. ദെൻ ആ 4th ഫേസ് എത്തി. 80 തൊട്ടുള്ള കാലയളവ് ഇപ്പോഴും 80 തൊട്ട് ഇപ്പോഴുള്ള ആ പീരീഡ് എന്ന രീതിയിലാണ് 4th ഫേസിലേക്ക് നോക്കുന്നത്. ഇന്ത്യൻ കമ്പനീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബിഗാൻ അബണ്ടന്റ് ട്രഡീഷണൽ philanthropic engagement and to some extent integrated CSR into a coherent and sustainable business strategy, partly by adopting the multi-stakeholder approach. അപ്പോൾ ഇന്നത്തെ പീരീഡിലേക്ക് എത്തുമ്പോൾ അത് 4th പീരീഡാണ്. ഈ പീരീഡിൽ ഇന്ത്യയിലെ കമ്പനീസ് അവരുടേതായ സ്ട്രാറ്റജീസ്, അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സും കൂടി ചേർന്നിട്ട് അവരുടേതായ സ്ട്രാറ്റജീസും അവരെല്ലാം മാറ്റുകയാണ്. കാര്യം അവർ ട്രഡീഷണൽ ഫിലാന്ത്രോപ്പിക് എൻഗേജ്മെൻ്റ് എന്നുള്ള തരത്തിലുള്ള അവരുടെ അപ്രോച്ച് തന്നെ മാറ്റുകയാണ്. എന്നിട്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ സം എക്സ്റ്റെൻറ്റ് ദാറ്റ് ദേ ഇൻ്റഗ്രേറ്റഡ് CSR ഇൻറ്റു എ കോഹറൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ബിസിനസ് സ്ട്രാറ്റജി. CSRനെ ഒരു സംയോജിതമായ രീതിയിലുള്ള ഒരു കോഹറൻറ്റ്, അതേപോലെ എന്നെന്നും നിലനിർത്താനാവുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവരതിനെ മാറ്റുകയാണ്. ആൻഡ് പാർട്ട്ലി ബൈ അഡോപ്റ്റിംഗ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് എന്ന രീതിയിലേക്കും കൊണ്ടുവന്നു. In 2014, India became the first country to legally mandate CSR. നിയമപരമായിട്ട് CSR ഇന്ത്യയിലേക്ക് വന്ന ഒരു കാലയളവ് 2014 സെക്ഷൻ 135 ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്റ്റിൽ മാൻഡേറ്ററി ആയിട്ട് ചില കമ്പനികൾ ഇത് ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട്. മാൻഡേറ്ററി ഫോർ സം കമ്പനീസ് ടു എ സർട്ടൻ ടേൺ ഓവർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി to spend 2% of their average net profit of past 3 years in CSR. ഇപ്പോൾ 2014 ആയപ്പോൾ ചില കമ്പനീസിനെ നിർബന്ധിതമാക്കി. കാരണം അവർക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനമെങ്കിലും അവർ നിർബന്ധമായിട്ടും ചില പ്രോഫിറ്റബിൾ ബേസിൽ നിന്നുകൊണ്ട് അവർ 2% എങ്കിലും ശരാശരി അവരെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? കഴിഞ്ഞ 3 വർഷക്കാലത്ത് CSR എന്നുള്ള തലത്തിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന രീതിയിൽ അവർ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില കമ്പനീസിന് നിർബന്ധം ഉണ്ട് ഇത് ചെയ്യണമെന്ന്. CSR policy mandates that the surplus arising out of the CSR projects or programs or activities shall not form part of the business profit of a company. അപ്പോൾ CSR പോളിസി മാൻഡേറ്റ് ചെയ്യുന്നത് എന്താണ്? സർപ്ലസ് ഉണ്ടായാൽ CSR പ്രോജക്റ്റ് അണ്ടർടേക്ക് ചെയ്തു, പ്രോഗ്രാംസ് അണ്ടർടേക്ക് ചെയ്യുമ്പോൾ അവിടെ സർപ്ലസ് ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക അവരുടെ പ്രവർത്തനത്തിൽ. ദാറ്റ് ഷാൽ നോട്ട് ഫോം പാർട്ട് ഓഫ് ദ ബിസിനസ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. അതൊരിക്കലും അങ്ങനെ ഈ CSR പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാവുന്ന സർപ്ലസ് ഇൻകം അത് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അതിനേക്ക് ഡെഡിക്കേറ്റ് ചെയ്യരുത്. അത് കമ്പനിയുടെ ബിസിനസ് പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും അത് മാറ്റരുത് എന്ന രീതിയിൽ നിർദ്ദേശം ഉണ്ട് എന്നതാണ്. ഓക്കെ, സോ ഹിയർ ഇന്ത്യസ് ഏൻഷ്യൻ്റ് വിസ്ഡം സ്റ്റിൽ ഹാസ് ഇറ്റ്സ് റെലവൻസ് ഫോർ ഗവേണൻസ്. ഇപ്പോൾ പണ്ടത്തെ ആ ഒരു പരമ്പരാഗതമായ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാനമെല്ലാം ഇപ്പോഴും നമുക്ക് ഗവേണൻസിന് പ്രസക്തി ഉണ്ട് എന്നതാണ്. ഇറ്റ് ഇൻസ്പയർസ് പീപ്പിൾ ടു വർക്ക് ഫോർ ദ ലാർജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് വെൽബീയിങ് ഓഫ് ആൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ പബ്ലിക് ഓർ പ്രൈവറ്റ് കമ്പനി. CSR is being practiced by most businesses, whether domestic or international, small or large enterprises. CSR efforts are used to help the society ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ CSR എന്നുള്ളത് ഈ ഒരു പോളിസി അത് പ്രാക്ടീസ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, അത് ഡൊമസ്റ്റിക് ആവട്ടെ, ഇൻ്റർനാഷണൽ ആവട്ടെ, ചെറുതാവട്ടെ, വലുതാവട്ടെ, അവരെല്ലാവരും തന്നെ സോഷ്യൽ വെൽബീയിങ് എന്ന രീതിയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചേർന്നിട്ട് ലാർജർ ഒബ്ജക്റ്റീവ്സ് എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കുവാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ ഇതിനിടയിലുണ്ട് എന്നുള്ളതാണ്. സോ ദ CSR efforts are used to help the society and environment. And it will be more beneficial to all parties. സൊസൈറ്റിക്ക്, എൻവയോൺമെൻറ്റിന് വേണ്ടിയൊക്കെ നിലകൊള്ളാൻ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ് CSR. അതിൻ്റെ ഒരു ബെനഫിഷ്യൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ എഫർട്ട് എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരാരൊക്കെയാണോ അവരുടെ ഇടയിലേക്കൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിനുപരിയായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി സൊസൈറ്റിക്ക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നിലനിൽക്കുന്ന ഒരു പ്രോജക്റ്റ് ഐഡിയയാണ് CSR എന്ന് നമുക്ക് പറയാം. ദെൻ വാട്ട് അബൌട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് CSR?
Like other approaches and issues, the application of CSR is not without its limitations. അപ്പോൾ CSR എന്തിന് വിമുക്തമല്ല? ലിമിറ്റേഷൻസിൽ നിന്ന് ഒട്ടും തന്നെ വിമുക്തമല്ല. ആൾദോ കോർപ്പറേഷൻസ് പർപ്പസ് ഈസ് ടു മാക്സിമൈസ് റിട്ടേൺസ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. കോർപ്പറേഷൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യുന്ന തരത്തിലാണെങ്കിലും ആൻഡ് എറ്റ് ദെയർ ആർ കമ്പനീസ് ആൻഡ് എൻറ്റിറ്റീസ് വിച്ച് എക്സ്പ്ലോയിറ്റ് ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. അപ്പോഴിവിടെ പ്രോഫിറ്റ് ലാഭം എന്ന് പറയുന്ന തരത്തിലത് പ്രോഫിറ്റ് അത് കൂടുതലുണ്ടാക്കുക എന്ന തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് കമ്പനീസ് നിൽക്കുന്നു എങ്കിൽ പോലും ചില കമ്പനികൾ ഇതിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങളോടുകൂടി, അതായത് അവരുടെ എംപ്ലോയീസിനെയും ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയും മെച്ചപ്പെടുത്തുക എന്ന തരത്തിൽ സോഷ്യൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക തരത്തിൽ CSR പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. So the CSR itself imposes outside values on local communities with unpredictable outcomes. Better governmental regulation and enforcement rather than voluntary measures are an alternative to CSR that moves decision making and resource allocation from public to private bodies. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ ഇവിടെ ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്, പബ്ലിക്കിൽ നിന്നും പ്രൈവറ്റ് ബോഡീസിലേക്ക് വരുന്നു. CSR ഡിസിഷൻ മേക്കിംഗ് മൂവ്മെൻറ്റ് എന്നുള്ളത്, റിസോഴ്സ് അലോക്കേഷൻ മൂവ്മെൻറ്റ് എന്നുള്ളത് എങ്ങോട്ടോ വ്യതിചലിക്കപ്പെടുന്നുണ്ട്, പബ്ലിക്കിൽ നിന്നും പ്രൈവറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്സ് ക്ലെയിം ചെയ്യുന്നത് എന്തെന്നാൽ എഫക്റ്റീവ് CSR മസ്റ്റ് ബി വോളണ്ടറി ആസ് മാൻഡേറ്ററി. അതായത് എഫക്റ്റീവ് CSR എന്നുള്ളത് മാൻഡേറ്ററി എന്ന രീതിയിൽ, നിർബന്ധമായിട്ടും ചെയ്യണം എന്ന രീതിയിൽ, അതേപോലെ തന്നെ വോളണ്ടറി ആവണം, സ്വയം ഏറ്റെടുത്ത് ചെയ്യണം. അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാം എന്ന രീതിയിൽ അതിനെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുമ്പോഴേക്കും ഇൻ്റർഫിയേഴ്സ് വിത്ത് പീപ്പിൾസ് പ്ലാൻ ആൻഡ് പ്രിഫറൻസസ്, ജനങ്ങളുടെ പദ്ധതികളും ജനങ്ങളുടെ താല്പര്യങ്ങൾ അതിനെയൊക്കെ കൂടി ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് വേണം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതാണ് ക്രിട്ടിക്സ് പറയുന്നത്. ഓക്കെ, കാരണം റിസോഴ്സിൻ്റെ അലോക്കേഷൻ ശരിയായ രീതിയിൽ നടക്കുവാനും അതിൻ്റെ കാര്യക്ഷമത ഉറപ്പുവാക്കുവാനും അതുപോലെ തന്നെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം പരിപാടിയുടെ നടത്തിപ്പിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് കൂടി പബ്ലിക് ബോഡീസ് പ്രൈവറ്റ് ബോഡീസിൻ്റെ മേലെ ഇമ്പോസ് ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. പിന്നെ ദ ടാക്സ് എക്സ്പെർട്സ് ക്ലെയിം ദർ ഈസ് നോ ക്ലാരിറ്റി ഓൺ ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിലിറ്റി അണ്ടർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഓർ GST ഫ്രെയിംവർക്ക്. GST ഫ്രെയിംവർക്കിൻ്റെ മേലിൽ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിലിറ്റിയെ സംബന്ധിച്ച് ടാക്സ് എക്സ്പെർട്ടിൻ്റെ അഭിപ്രായം ഇതാണ്, ഒരു GST ഫ്രെയിംവർക്കിൽ ഇവിടെ എന്തില്ല, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ അവൈലബിലിറ്റിയുടെ ഒരു ക്ലാരിറ്റി വരുന്നില്ല. കമ്പനീസ് ആർ പേയിങ് GST ഓൺ കോസ്റ്റ് ഇൻകേർഡ് ഓൺ CSRൻ്റെ ചിലവ് വഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനീസ് എന്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്, GST പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ GSTയുമായി ബന്ധപ്പെട്ട് കമ്പനീസ് ക്ലെയിം ദാറ്റ് ഇനോക്കുലേഷൻ ഓർ അതർ എക്സ്പെൻസസ് ഡു ഹെൽപ്പ് വിത്ത് ദ വെൽബീയിങ് ഓഫ് എംപ്ലോയീസ് സൊസൈറ്റീസ് ആൻഡ് ദേ ഇമ്പാക്റ്റ് ദെയർ ഫൈനൽ പ്രോഡക്റ്റ്. ഇപ്പോൾ കമ്പനീസ് ക്ലെയിം ചെയ്യുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്ന എക്സ്പെൻസസ് അത് എംപ്ലോയീസിൻ്റെ വെൽബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യാമെന്ന രീതിയിൽ ആലോചിച്ച് സൊസൈറ്റിക്ക് ഗുണകരമായ രീതിയിൽ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്ന രീതിയിലാണ് കമ്പനീസിൻ്റെ നിലപാട്. പക്ഷേ അതിനെതിരെ ആക്ഷേപം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ CSR പ്രോഗ്രാംസിൻ്റെ ബന്ധപ്പെട്ട് ക്രിട്ടിക്സിൻ്റെ അഭിപ്രായം എന്തെന്നാൽ സം പ്രോഗ്രാംസ് ഏറ്റെടുക്കുന്ന കമ്പനീസ് അവർ പബ്ലിക്കിന് എന്ത് ചെയ്യുകയാണ്, ടു ഡിസ്ട്രാക്ട് ദ പബ്ലിക് ഫ്രം എത്തിക്കൽ ക്വസ്റ്റ്യൻസ് പോസ്റ്റഡ് ബൈ ദെയർ കോർ ഓപ്പറേഷൻസ്. അതായത് അവരുടേതായ ഓപ്പറേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുമായിട്ട് വരും. ദേ ആർഗ്യൂ ദാറ്റ് റെപ്യൂട്ടേഷണൽ ബെനിഫിറ്റ് ദാറ്റ് CSR കമ്പനീസ് റിസീവ് ഡെമോൺസ്ട്രേറ്റ് ദ ഹിപ്പോക്രസി ഓഫ് ദി അപ്രോച്ച്. അപ്പോൾ റെപ്യൂട്ടേഷണൽ ബെനിഫിറ്റ് CSR കമ്പനീസിക്ക് ലഭ്യമാകുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, CSR കമ്പനീസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു CSR പ്രോഗ്രാം എന്ന തരത്തിൽ. അത് ചെയ്യുന്ന ആൾക്കാരെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ചില ബാഡ് കമൻറ്റ് പുറത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്, അതവർക്ക് ഇഷ്ടക്കേടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ CSR പ്രോഗ്രാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കോർപ്പറേറ്റ് മാനേജേഴ്സിന് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ചിലവിലായിരിക്കും അവർ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സോഷ്യൽ കമൻറ്റ്സ് വരുമ്പോഴേക്കും അത് എത്തിക്കൽ ക്ലെയിംസിൻ്റെ അടിസ്ഥാനത്തിലായാലും സോഷ്യൽ എഫേർട്സിൻ്റെ അടിസ്ഥാനത്തിലായാലും അതെല്ലാം കമ്പനീസിൻ്റെ ആ ഒരു ഊർജ്ജതയെ അത് നിർവീര്യമാക്കുന്ന തരത്തിൽ പോകുമ്പോൾ
അത് അവർക്ക് ശരിക്കും എന്താണ്, അത് ഒരു ഹാംഫുൾ ബിസിനസ് പ്രാക്ടീസ് എന്ന രീതിയിൽ ചിലപ്പോൾ അവർക്കത് ഫീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, there are some challenges in the realm of CSR which need to be taken care of. ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണം ചലഞ്ചസ് എന്ന രീതിയിൽ? ലാക്ക് ഓഫ് അവയർനെസ് ഓഫ് പബ്ലിക് ഇൻ CSR ആക്ടിവിറ്റീസ് എസ്പെഷ്യലി അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ. Then dearth or lack of trained and efficient organizations that can effectively contribute to the ongoing CSR initiatives by the companies at the local level towards capacity building. Then again, inadequate effort to disclose information by small companies on their programs, making transparency a casualty. Next one, non-availability of well-organized non-governmental organizations. അടുത്തതോ, ആബ്സെൻസ് ഓഫ് മീഡിയ ഇനിഷ്യേറ്റീവ് ഇൻ ഹൈലൈറ്റിംഗ് ഗുഡ് കേസസ് ഓഫ് സക്സസ്ഫുൾ CSR പ്രോഗ്രാം. CSR പ്രോഗ്രാം നന്നായിട്ട് വിജയപ്രദമായി നിർവഹിച്ചിട്ടുള്ള പദ്ധതിയുടേതൊക്കെ ഒരു ആവിഷ്കരണം, അത് ദൃശ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ശരിയായ തരത്തിലുള്ള മീഡിയ ഇടപെടൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ മീഡിയ ഇനിഷ്യേറ്റീവ്സിൻ്റെ അഭാവം. ദെൻ നാരോ പെർസെപ്ഷൻ ടുവേർഡ്സ് CSR ഇൻസിഡൻറ്റ്. എന്താണ് CSR എന്തിനു വേണ്ടിയാണ്? CSRൻ്റെ ഇനിഷ്യേറ്റീവ്സിനെ സംബന്ധിച്ചുള്ള വിശദീകരണമെല്ലാം ഇടുങ്ങിയ രീതിയിൽ മാത്രമാണ്. അപ്പോൾ CSRനെ ഡിഫൈൻ ചെയ്യുന്നതും അതെല്ലാം തന്നെ ശരിയായ തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി എത്തപ്പെടുന്നില്ല. അടുത്തത്, നോൺ അവൈലബിലിറ്റി ഓഫ് ക്ലിയർ കട്ട് സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസ് ഓർ പോളിസി ഡയറക്റ്റീവ്സ് ഓൺ CSR ഇനിഷ്യേറ്റീവ്സ്. CSRന് എടുക്കുന്ന ഇനിഷ്യേറ്റീവ്സിൻ്റെ മേലെ കാര്യമായ രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഗൈഡ് ലൈൻസിൻ്റെ അഭാവം, പോളിസി ഡയറക്റ്റീവ്സിൻ്റെ അഭാവം, ഇതെല്ലാം ഉണ്ടെന്നതും ഒരു വെല്ലുവിളിയാണ്. The lack of consensus on implementation of CSR projects among implementing agencies. അതായത് അവബോധം കാര്യമായ രീതിയിൽ ഇല്ല. CSR പ്രോജക്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ തരത്തിലുള്ള ആ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസിനെ സംബന്ധിച്ചുള്ള അവബോധം, ഇതിൻ്റെയൊക്കെ അപര്യാപ്തത ഇവിടെ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നാം CSRമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? CSRൻ്റെ ആ ഒരു പ്രോജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റേഷൻ അത് വേണം. ഇമ്പ്രൂവ്മെൻറ്റ് പ്രത്യേകിച്ചും CSR ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് മുഖേന എന്ത് ഇമ്പാക്റ്റാണ് സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ തലങ്ങളിൽ ഉണ്ടാക്കുന്നത്, ആ ഇമ്പാക്റ്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ CSR പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനിലൂടെ വരുന്നത് എന്താണ് എന്നത് സമൂഹത്തിനെ അറിയിക്കാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതേപോലെ തന്നെ CSR കമ്പനീസ് അവർ തീർച്ചയായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ പ്രൊമോട്ടിങ് ഏജൻസീസ് എന്ന രീതിയിൽ, അതേപോലെ തന്നെ അവർക്ക് എക്കണോമിക് സോഷ്യൽ എൻവയോൺമെൻറ്റ് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏജൻസി എന്ന രീതിയിൽ ഇടപെടുവാനുള്ള അവസ്ഥാവിശേഷം ഉണ്ടാക്കിയെടുക്കണം. ദെൻ ഒരു സ്ട്രാറ്റജി എന്ന രീതിയിലാണ് CSRനെ കാണുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇറ്റ് നോട്ട് ഓൺലി കോൺട്രിബ്യൂട്ട്സ് ടു ദ നാഷണൽ ഇൻകം ബട്ട് ആൾസോ ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് ഓഫ് ദ വർക്ക് ഫോഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്. ഓക്കെ. അപ്പോൾ CSRൻ്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനീസ് എടുക്കുന്ന എഫർട്ട്, അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോടുകൂടി ചെയ്യുന്ന പ്രോജക്ട്സ്, അത് മുഖേന സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യാനിടയുള്ള സോഷ്യൽ ബെനിഫിറ്റ്, ഇതിനെയൊക്കെ തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ബിസിനസ് തലത്തിൽ നിന്നും വളർന്ന് ബിസിനസ് സംരംഭങ്ങൾ വളർത്തിയെടുത്ത് ലാഭവിഹിതം കൊണ്ട് നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുമ്പോൾ സൊസൈറ്റി അതിന് അംഗീകാരം കൊടുക്കണം. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളത് കൊണ്ട് അതിന് അംഗീകാരം എൻവയോൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നും ദോഷകരമല്ല എന്നതെല്ലാം കമ്പനി ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യുന്ന പരിപാടിയായിരിക്കും. അതിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കിട്ടണം എന്നുള്ളതാണ്. ഓക്കെ. So these are something about CSR. So we can conclude that CSR it plays an important part in positioning the firm in the industry. Positioning is the most influential factor that will determine the future of the firms. Even though CSR activities may cost the firm, but their benefits far outweigh the financial outlays. This unit brought out the pertinence and limitations of CSR in detail. Okay. So corporate social responsibility ഇവിടെ തീരുകയാണ്. ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് CSR എന്താണ്, CSRൻ്റെ ലിമിറ്റേഷൻ, CSRൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് കേൾക്കുന്നവർ അത്യാവശ്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. Okay, thank you.